ശ്രീജിത്ത് തുടരുന്നുണ്ട്. ശ്രീജിത്ത്, ഇക്കാര്യം സർക്കാരിന് എങ്ങനെ വിശദീകരിക്കാൻ കഴിയും? കരാർ വ്യവസ്ഥ ലംഘിച്ചത് ടീകോമാണ്. അവർ കെട്ടിടം കെട്ടുന്ന കാര്യത്തിൽ, തൊഴിൽ നൽകുന്ന കാര്യത്തിലടക്കം, അത് IT ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതിലടക്കം ആ കരാർ വ്യവസ്ഥകൾ പാലിച്ചിട്ടില്ല എന്നിരിക്കെ അവരുടെ ആവശ്യപ്രകാരം അവർ പിൻവാങ്ങുമ്പോൾ അങ്ങോട്ട് നഷ്ടപരിഹാരം കൊടുക്കും എന്ന് പറയുന്നതിൻ്റെ യുക്തി സർക്കാരിന് എങ്ങനെ വിശദീകരിക്കാൻ കഴിയും? വിജയകുമാർ, സർക്കാർ പറയുന്ന യുക്തി ചീഫ് സെക്രട്ടറിയുടെ റിപ്പോർട്ടാണ്. ഈ പിന്മാറ്റ നയവുമായി ബന്ധപ്പെട്ട്, അതായത് ടീകോം പദ്ധതിയിൽ നിന്ന് തങ്ങൾക്ക് തുടരാൻ കഴിയുന്നില്ല, പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല എന്ന് കാണിച്ച് സംസ്ഥാന സർക്കാരിന് ടീകോം ഒരു കത്ത് നൽകി. ദുബായ് കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന പ്രധാനപ്പെട്ട ഒരു സ്ഥാപനം എന്ന നിലയിൽ ഈ ടീകോമിനുമായി ഒരു സംഘടനത്തിലേക്കോ പോകാൻ സർക്കാർ ആഗ്രഹിച്ചില്ല. അതിന്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ ചീഫ് സെക്രട്ടറി അധ്യക്ഷയായ ഒരു സമിതിയെ നിയോഗിച്ചത്. അതുകൊണ്ടാണ് ആ സമിതിയുടെ ശുപാർശ പ്രകാരമാണ് ഇപ്പോൾ നഷ്ടപരിഹാരം നൽകാനുള്ള തീരുമാനമെടുത്തിരിക്കുന്നത്. അതിനായി ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു ആർബിട്രേറ്ററെ ഈ നഷ്ടപരിഹാരം തീരുമാനിക്കാനായി നിയമിക്കാനും ഇന്നലത്തെ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനിച്ചിട്ടുണ്ട്. ആ മന്ത്രിസഭാ യോഗത്തിന്റെ വാർത്താക്കുറിപ്പിൽ അതുണ്ട്. അത് കുറച്ച് ദുർഗ്രഹമായ ഭാഷയിലാണ് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സർക്കാർ വിശദീകരിച്ചിരിക്കുന്നത് എന്നതാണ് മറ്റൊരു കൗതുകകരമായ കാര്യം. ഈ ഭൂമി തിരിച്ചുപിടിക്കുമെന്നോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള തീരുമാനങ്ങളെന്നോ വ്യക്തമാക്കുന്നതിന് പകരം ഈ കാര്യത്തിൽ ഒരു ദുർഗ്രഹമായ ടീകോവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശുപാർശ അംഗീകരിച്ചു, ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള സമിതിയുടെ ശുപാർശ അംഗീകരിച്ചു എന്ന് പറയുക മാത്രമാണ് സർക്കാർ വാർത്താക്കുറിപ്പ് ചെയ്തത്. മറ്റുള്ള കാര്യങ്ങൾ മാധ്യമപ്രവർത്തകരുടെ അന്വേഷണത്തിലൂടെ പുറത്തു വന്ന വിവരങ്ങളാണ്. ചീഫ് സെക്രട്ടറി പിന്നീട് ആ കാര്യം സ്ഥിരീകരിക്കുകയും ചെയ്തു. എന്നാൽ ചീഫ് സെക്രട്ടറി അധ്യക്ഷയായ സമിതി ശുപാർശ ചെയ്തത് രണ്ട് കക്ഷികൾ, അതായത് ടീകോമും സംസ്ഥാന സർക്കാരും തമ്മിൽ ഒരു പൊതുധാരണയിൽ എത്തിയിട്ട് ഒരു പൊതു പിന്മാറ്റ നയം രൂപകൽപ്പന ചെയ്തെടുക്കണം. അങ്ങനെ എടുക്കുമ്പോൾ ഇതുവരെ മുടക്കിയ തുക ടീകോമിന് നഷ്ടപരിഹാരമായി തിരികെ നൽകണം എന്നാണ്. നഷ്ടപരിഹാരമായി തിരികെ നൽകാനുള്ള തീരുമാനത്തിന് ഉപോത്ബലകമായി സർക്കാർ ചൂണ്ടിക്കാണിക്കുന്നത്, അല്ലെങ്കിൽ സർക്കാർ ഉന്നയിക്കുന്ന വാദം ചീഫ് സെക്രട്ടറിയുടെ റിപ്പോർട്ടാണ്. മറ്റൊരു കരാർ ഉണ്ടെങ്കിൽ കൂടി ചീഫ് സെക്രട്ടറി റിപ്പോർട്ടിനെ ആധാരമാക്കി സർക്കാരിന് റിപ്പോർട്ട് നൽകാം. മാത്രമല്ല, അക്കാര്യത്തിൽ നയപരമായ തീരുമാനമെടുത്തത് മന്ത്രിസഭയുമാണ്. അതാണ് സർക്കാരിന്റെ പിടിവള്ളി. ഏതായാലും മന്ത്രിസഭാ യോഗത്തിൻ്റെ ഇന്നലത്തെ തീരുമാനം കരാർ വ്യവസ്ഥകൾക്ക് വിരുദ്ധമാണ് എന്നത് വ്യക്തമാണ്. ടീകോമാണ് പിന്മാറ്റം ആവശ്യപ്പെട്ടത്. അവർ പിന്മാറുന്നത് അവരുടെ താല്പര്യപ്രകാരമാണ്. അവരുടെ താല്പര്യപ്രകാരം അവർ പിന്മാറുമ്പോൾ സംസ്ഥാന സർക്കാർ നമ്മൾ എന്തിന് അവർക്ക് നഷ്ടപരിഹാരം കൊടുക്കണമെന്ന ചോദ്യത്തിന് യുക്തിഭദ്രമായ ഒരു മറുപടി സർക്കാരിൽ നിന്ന്, വ്യവസായ മന്ത്രിയിൽ നിന്ന് ഉണ്ടായിട്ടില്ല. തന്നെയുമല്ല, അവിടെ കുടിയൊഴിപ്പിക്കലൊക്കെ നടത്തി ഏറ്റെടുത്ത ഭൂമിയാണ് അത് സ്മാർട്ട് സിറ്റി പദ്ധതിക്കായി. ആ ഭൂമി ഇനിയിപ്പോൾ സർക്കാർ എന്താവശ്യത്തിന് ഉപയോഗിക്കുന്നു എന്നതൊക്കെയുള്ള ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. അപ്പോൾ അത്തരം ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കേണ്ടതുണ്ട്. കൂടുതൽ വിശദീകരണം അക്കാര്യത്തിൽ ഉണ്ടാകും എന്ന് കരുതാം. നമ്മൾ മറ്റു റിപ്പോർട്ടുകളിലേക്ക് വരും ഇടവേളയ്ക്ക് ശേഷം.